हेलो गाइस, वेलकम टू माय यूट्यूब चैनल. ധർമാന്തരൻ കാ റൺ ഹുവ ഔർ ഭീഷൺ എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീകളെ പിടിക്കലും അതിനുശേഷം കേരളത്തിൽ നിന്നും പല സ്ഥലത്തു നിന്നും MLA ചെല്ലലും അവരെ പൂവിട്ട് പുറത്തേക്ക് കൊണ്ടുവരലൊക്കെ നടന്ന ആ രംഗത്ത് അവർക്ക് ബജറംഗ് ദളിന്റെ ടീമിന് നല്ലോണം ദേഷ്യം വരികയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്ത് അവരെന്ത് ചെയ്തു, കൂടുതൽ ആളുകളെ പിടിക്കാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അവർ അതേറ്റു മുന്നിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ വേറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ കൂടിയിട്ടുണ്ട് എന്നും ആ കൂടിയ സംഗതിനെ ബജറംഗ് ദളും വേറെല്ല എല്ലാ ടീമുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തടുക്കാനുള്ള എല്ലാവിധ പദ്ധതികളും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർ പറയുന്നത് എന്താന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചെറിയ വീഡിയോയിൽ ഫുള്ളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂല. കാരണം ഞാൻ ഹിന്ദിയും മറാഠിയും പഠിച്ച ആളായതുകൊണ്ട് അവിടെ നടക്കുന്ന ഹിന്ദിയിലുള്ള റിപ്പോർട്ട് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കി തരാൻ സാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കേൾക്കുക, എന്നിട്ട് മറ്റേ ഫുൾ വീഡിയോ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. आस्था के नाम पर जंग छिड़ी हुई है. हिंदू और ईसाई समुदाय के बीच तनाव चरम पर पहुंचता जा रहा है. धर्मांतरण और मतांतरण के आरोपों ने सड़क से लेकर संसद तक हंगामा मचा दिया है. और ये कहना गलत नहीं होगा कि धर्मांतरण इस वक्त छत्तीसगढ़ का सबसे बड़ा सियासी मुद्दा बना हुआ है. लेकिन इसी बीच धर्म परिवर्तन पर आज भानु प्रतापपुर के सामने आई. वो दबी आवाज में कई चीजें कहना चाह रही है. देखिए स्पेशल ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പാസ്റ്ററും പാതിരിമാരും ഇവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡാണ് ഈ കാണിക്കുന്നത്. അത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്, പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഓക്കെ. അവിടെ ക്രിസ്ത്യാനികൾ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് വിശദീകരിക്കുന്ന വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്